الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما على إبراهيم ആദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മാർഗമാണ്, മില്ലത്താണ് പിന്തുടരേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടക്കം ആവശ്യപ്പെടുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മഹത്വങ്ങളുടെയും ഉടമയാണ്, എല്ലാ ശ്രേഷ്ഠതകളുമുള്ള അഷ്റഫുൽ ഖൽഖാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി. അല്ലാഹുവിന്റെ റസൂൽ ആരെയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മോഡലായി, മാതൃകയായി സ്വീകരിക്കേണ്ടത് ആരെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ മാതൃകയാക്കുകയാണെങ്കിൽ അതാരെയാണ് മാതൃകയാക്കേണ്ടത്? അതിനാണ് ഖുർആൻ ഇബ്രാഹിം നബി എന്നുത്തരം പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള മാതൃകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ്, എല്ലാതുമല്ല ഏതാനും ചില പ്രാർത്ഥനകളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സംസാരിച്ചത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ സമൂഹത്തിൽ സ്വീകരിച്ച നിലപാടുകളാണ് അദ്ദേഹത്തോട് വിരോധവും വെറുപ്പും ശത്രുതയും ഒക്കെ ജനിക്കുന്നതിന് കാരണമായത്. ഇപ്പൊ ഇസ്ലാം വിരോധം, ഇസ്ലാമിനോടുള്ള വെറുപ്പ്, ഇതൊക്കെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ബോധപൂർവം ജനറേറ്റ് ചെയ്യണം. ഇങ്ങനെ കൃത്രിമമായി ബോധപൂർവം മുസ്ലിം വിരോധം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ലോകത്താണ് മുസ്ലിങ്ങളോട് ആളുകളുടെ മനസ്സിനകത്ത് വിരോധമുണ്ടാകുന്നതിനു വേണ്ടി വലിയ തോതിലുള്ള ഫണ്ടുകൾ ചെലവഴിക്കപ്പെടുന്ന കാലത്താണ് അതിനുവേണ്ടി പുസ്തകങ്ങൾ രചിക്കപ്പെടുകയും സിനിമകൾ ഉണ്ടാവുകയും എല്ലാ മീഡിയകളും എല്ലാ തരം മാധ്യമങ്ങളും ധാരാളമായി നിരന്തരം അതിന് ഉപയോഗപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന്റെ വെറുപ്പ് വാങ്ങേണ്ടി വരിക, എതിർപ്പല്ല. എതിർപ്പും വെറുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന്റെ എതിർപ്പ് വാങ്ങേണ്ടി വരും. അതിനേക്കാൾ കഠിനമായ രീതിയിൽ സമൂഹത്തിന്റെ വെറുപ്പ് വാങ്ങേണ്ടി വരിക. അതുകൊണ്ടാണ് ഗസയിൽ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെടുമ്പോ, മരിച്ചു വീഴുമ്പോ അതൊരു അസ്വസ്ഥതയായി തന്നെ തോന്നാത്തത് അതുകൊണ്ടാണ്.
അവര് മരണം അർഹതപ്പെട്ടവരാണ്, കൊല്ലപ്പെടാൻ അർഹതപ്പെട്ടവരാണ് അവർ. ഏത് തരത്തിലുള്ള പീഡനങ്ങൾക്കും അർഹതപ്പെട്ടവരാണവർ. അങ്ങനത്തെ ഒരു മനസ്സാണ് വെറുപ്പുൽപാദനം കൊണ്ട്, വെറുപ്പിന്റെ പ്രചാരണം കൊണ്ട് സംഭവിക്കുക. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ, വിപത്ത് സംഭവിക്കുകയാണെങ്കിൽ, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനവർ അർഹതപ്പെട്ടവരാണ്, അത് ഒന്ന് കിട്ടേണ്ട തന്നെയാണ് എന്നുള്ളൊരു തോന്നൽ, അങ്ങനത്തെ ഒരു വിചാരം ആളുകളുടെ മനസ്സിനകത്ത് അത്തരത്തിലുള്ളൊരു ന്യായീകരണം ഉണ്ടാക്കിയെടുക്കുക. ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്യാമോ? ഒരു മനുഷ്യനോട് നമ്മൾ അങ്ങനെ പെരുമാറാമോ? ഒരു മനുഷ്യനെ നമ്മൾ അങ്ങനെ ഉപദ്രവിക്കാമോ? എന്നൊക്കെ മാനുഷികമായ ഒരു ചോദ്യം മനുഷ്യന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ വരുമ്പോ ഇയാൾ അതിന് അർഹതപ്പെട്ട ആളാണ്. അയാളുടെ സ്വഭാവം കൊണ്ടും അയാളുടെ വിശ്വാസം കൊണ്ടും അയാളുടെ നിലപാട് കൊണ്ടും അയാൾക്ക് നമ്മളോടുള്ള സമീപനം കൊണ്ടുമൊക്കെ ഈ രൂപത്തിൽ ശിക്ഷിക്കപ്പെടാൻ, ഉപദ്രവിക്കപ്പെടാൻ, നശിപ്പിക്കപ്പെടാൻ, കൊല്ലപ്പെടാൻ ഇതൊക്കെ അയാൾ അർഹതപ്പെട്ടവനാണ് എന്ന് തോന്നലുണ്ടാക്കലാണ് വെറുപ്പിന്റെ പ്രചാരണം കൊണ്ട് സംഭവിക്കുക. അത് നമ്മുടെ നാട്ടിലും ലോകത്തുമൊക്കെ ഫണ്ടിംഗ് ഏജൻസികളുടെ സഹായത്തോടെ തന്നെ വലിയ തോതിൽ നിർവഹിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഞാനിത് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഒരവസ്ഥയെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു സമൂഹമാണ്, ഒരു സമുദായമാണ്, ഒരു സംഘമാണ്, ഒരു വലിയ ആൾക്കൂട്ടാണ്. ലോകത്തെവിടെയാണെങ്കിലും മുസ്ലിം ഉമ്മത്ത് വെറുപ്പും എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമൂഹമാണ്. ഒരു രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരി മുതൽ വീട്ടിലെ സ്വന്തം പിതാവ് വരെ ഒരേപോലെ ചിന്തിക്കുകയും അവരുടെ എതിർപക്ഷത്ത് ഇങ്ങനെ പോയി നിൽക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാട് ഭരിക്കുന്ന ഭരണാധികാരി മുതൽ ഭരണാധികാരിയും ജനങ്ങളും സ്വന്തം വീട്ടിലെ വാപ്പയും ഒരു ഭാഗത്ത് നിൽക്കുകയും മറുഭാഗത്ത് അവരുടെ എതിർകക്ഷിയായി നിലയുറപ്പിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം. അത് ഏത് പ്രായത്തിലാണ് അങ്ങനെ ഉണ്ടാകുന്നത്? നമുക്കൊരു 50 വയസ്സ് കഴിയുമ്പോ, ഒരു 10-60 വയസ്സാകുമ്പോ ഇനി എന്തായാലും വേണ്ടില്ല എന്നുള്ളൊരു മൈൻഡിലേക്ക് ഒരു മനുഷ്യനെത്തുന്ന ഒരു കാലമുണ്ട്. അങ്ങനെ ഒരു സമയത്തല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ഈ ശത്രുതകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിഗ്രഹങ്ങളോടൊക്കെ ഉള്ള എതിർപ്പും പോരാട്ടവും ഒക്കെ നടത്തുന്ന സമയത്തുള്ള പ്രായത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു കാര്യം, 20 വയസ്സിൽ താഴെയാണ് എന്നതിൽ തർക്കമല്ല. 13 വയസ്സാണോ 17 വയസ്സാണോ 15 വയസ്സാണോ ഇതൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ 20 വയസ്സിൽ താഴെയാണ് ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക്. നമ്മൾ വിഗ്രഹത്തെ തകർത്തതും കോടാലി കൊണ്ട് കഴുത്തൊക്കെ വെട്ടിയിട്ട് ഒരു വലിയ വിഗ്രഹത്തിന്റെ തോളിൽ എങ്ങനെ കൊണ്ടുപോയി കോടാലി തൂക്കിട്ടു എന്നുള്ള സംഭവമൊക്കെ ഉണ്ടാകുന്നതും അതൊക്കെ എപ്പോഴാ? ഒരു പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീയിലെറിയപ്പെടുന്നത് ഇബ്രാഹിം നബിയെ അല്ല തീയിലേക്ക് എറിയുന്നത്. ഇബ്രാഹിം എന്ന് പറയുന്ന നാട്ടിലൊരു ചെറുപ്പക്കാരനെയാണ് തീയിലേക്ക് എറിയുന്നത്. വഹയ്യ് കിട്ടി വളരെ കൃത്യമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സന്ദേശങ്ങൾ വന്നു കിട്ടിയതിനു ശേഷം തൗഹീദ് പഠിച്ച് മുസ്ലിമായ ആളല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ബുദ്ധിയിലൂടെ, അദ്ദേഹത്തിന്റെ വിവേകത്തിലൂടെ, അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ നാട്ടിൽ നിലനിൽക്കുന്ന സൃഷ്ടിപൂജ തെറ്റാണെന്നും സർവശക്തനായ നമ്മളെ പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമുള്ള ഒരു മനോഭാവം സ്വീകരിക്കുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ശുദ്ധമായ ഒരു മനുഷ്യന്റെ പ്രകൃതിയിൽ നിന്ന് ആരോടും കടപ്പാടില്ലാതെ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് എത്തുക, തൗഹീദിലാണ് എത്തുക. സൃഷ്ടിപൂജയിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടും. അതിലാർക്കും തർക്കമല്ല. പടച്ചോൻ എന്നുള്ളൊരു ബോധം നൽകാതെ ലോകത്തൊരാളും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഖുർആൻ പറയാണ്, ലോകത്തൊരു മനുഷ്യനും പടച്ചോനെ കുറിച്ചുള്ള ഒരു ബോധം, അലസ്തു ബി റബ്ബിക്കും. ഓരോ നഫ്സും ജനിക്കുമ്പോ, ഓരോ ആത്മാവും അതിന്റെ പിറവി കൊള്ളുമ്പോ, ഓരോ മനുഷ്യനും രൂപപ്പെടുമ്പോ അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അള്ളാഹ് ചോദിക്കുകയും ബല, അതേ എന്ന് ഉത്തരം പറയുകയും ചെയ്തിട്ടാണ് ലോകത്തെല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത്. ഡോക്ടർ എം ഉസ്മാൻ സാഹിബ്, നിലമ്പൂരിലുണ്ടായിരുന്ന ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് പണ്ടുകാലത്ത് യുക്തിവാദിയായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച വലിയ ഇസ്ലാമിക പ്രബോധകനും ഒരുപാട് പുസ്തകങ്ങളുടെ രചയിതാവും വലിയ ചിന്തകനൊക്കെ ആയിരുന്ന ഡോക്ടർ എം ഉസ്മാൻ സാഹിബ്. അദ്ദേഹം അരീക്കോട്
സ്ഥാപനങ്ങളുടെ സോവനീറിൽ അദ്ദേഹം പറയുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് നിലമ്പൂരിലെ കാടുകളുടെ ഉള്ളിൽ നിന്ന് ഒരു കാട്ടിൽ താമസിക്കുന്ന അവിടുത്തെ ഒരു കാട്ടുജാതിയിൽപ്പെട്ട ഒരാൾ, ആദിവാസികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം കാലിൽ മുറിവ് പറ്റിയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിന്, അതിന്റെ ചികിത്സയ്ക്ക് ഉസ്മാൻ സാഹിബിന്റെ അടുത്ത്, ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ അടുത്ത് കടന്നു വരികയാണ്. ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ മുറിവ് പരിശോധിച്ചപ്പോ അത് കുറച്ചൊരാഴത്തിലുള്ള മുറിവാണ്. സൂചി വെച്ച് ഇൻഫെക്ഷൻ ശരിക്ക് പോകണമെങ്കിൽ സൂചി വെച്ച് മരുന്ന് വെച്ച് കെട്ടണം, പക്ഷെ ഇഞ്ചക്ഷൻ ചെയ്യണം. അപ്പൊ ഇത് പറഞ്ഞപ്പോ അയാള് ഡോക്ടറോട് പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല, നിങ്ങൾ ചെറിയ രൂപത്തിൽ എന്തെങ്കിലും ഒരു മരുന്ന് വെച്ച് കെട്ടിയിട്ട് എന്നെ വിട്ടാ മതി, സൂചിയൊക്കെ വെച്ച് അങ്ങനെ അതിനൊക്കെ കൂടി തരാൻ എന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ സാഹിബ് നിർബന്ധിക്കുകയാണ് അദ്ദേഹത്തെ, ഇത് മുറി മാറണമെന്നുണ്ടെങ്കിൽ സൂചി വെക്കണം, മരുന്ന് മാത്രം വെച്ച് കെട്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വാശി പിടിക്കണ്ട, ഒരിക്കലും എനിക്ക് സൂചി വെക്കണ്ട. അപ്പൊ ഡോക്ടർ ചോദിച്ചു, സൂചി വെക്കുന്നത് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കുന്നത് സൂചി വെക്കുന്നത് പേടിയാണോ എന്ന് ചോദിച്ചപ്പോ അതുകൊണ്ടല്ല, നിങ്ങൾ സൂചി വെച്ചാൽ ഇഞ്ചക്ഷൻ ചെയ്താൽ അതിന് തരാനുള്ള പണം എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഉസ്മാൻ സാഹിബ് പറഞ്ഞു, നിങ്ങൾ പിന്നെ തന്നാ മതി, നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ ഇറങ്ങുന്ന സമയത്ത് എന്നെ ഇവിടെ വരുന്ന സമയത്ത് പിന്നെ എപ്പോഴെങ്കിലും തന്നാ മതി. അപ്പൊ അയാൾ പറഞ്ഞു, പിന്നെ തരാൻ എന്റെ അടുത്ത് ഉണ്ടാവില്ല, പിന്നെ തരാനും എന്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങള് സൂചി വെക്കൽ നിർബന്ധമാണ്, പിന്നെ തരാം എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി, പിന്നെ തരാന്ന് വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഡോക്ടർ ഉസ്മാൻ സാഹിബ് അവിടെയാണ് അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞിട്ട് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നത്. എന്താണെന്നറിയാം, ആ ആദിവാസി പറയാണ്, ഉസ്മാൻ സാഹിബ് അവിടെ അതിന് കൊടുക്കുന്ന ഒരു മുഖവുരുണ്ട്. പ്രസംഗം കേട്ടിട്ടില്ലാത്ത, പ്രബോധനങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത, വായിക്കാൻ അറിയാത്ത, എഴുതാൻ അറിയാത്ത, ആരുടെയും ഉത്ബോധനങ്ങളോ ഉപദേശങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലാത്ത കാടിനകത്ത് താമസിക്കുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എന്നോട് അതിന് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തി. എന്തായാൾ തിരിച്ചു ചോദിച്ചത്, ഞാൻ നിങ്ങളോട് തരാമെന്നൊരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാൻ കഴിയാതിരുന്നാൽ ഉടയതമ്പുരാനോട് ഞാനെന്ത് മറുപടി പറയും എന്ന് അയാൾ എന്നോട് ചോദിക്കുകയുണ്ടായി. ഈ കാട്ടിനകത്ത് താമസിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ എങ്ങനെയാണ്, ഉസ്മാൻ സാഹിബ് ചോദിക്കാൻ, നിലമ്പൂരിലെ കാടുകൾക്കകത്ത് താമസിക്കുന്ന ഒരു മനുഷ്യന്റെ, ആദിവാസി മനുഷ്യന്റെ മനസ്സുകൾക്കകത്ത് എങ്ങനെയാണ് ഉടയതമ്പുരാൻ എന്നൊരു ബോധം ഉണ്ടായത്, ഉടയതമ്പുരാൻ ചോദിക്കുക എന്നൊരു ചിന്ത ഉണ്ടായത്, അതിനെന്താ മറുപടി പറയേണ്ടി വരിക എന്നുള്ളൊരു ആലോചന ഉണ്ടായത്, അത് എന്റെ മുമ്പിൽ വെച്ചത്, ആ ഒരു വിശ്വാസം അത്രമേൽ സ്വാധീനിക്കുകയും എനിക്ക് മരുന്ന് വേണ്ട, 10 റുപ്യ അധികമായാൽ അതെന്റെ അടുത്ത് തരാൻ ഉണ്ടാവില്ല, സൂചി വെക്കേണ്ട, മുറി മാറിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, പടച്ചവനോട് ഞാൻ എന്ത് മറുപടി പറയും എന്ന് ചിന്തിക്കാൻ മാത്രം ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് ഈ വിശ്വാസം സ്വാധീനിക്കപ്പെട്ടത്. അത് പറഞ്ഞിട്ടാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറയുന്നത്, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സുകൾക്കകത്ത് പഠിപ്പിക്കപ്പെട്ട ബോധമാണ് പടച്ചോ എന്നുള്ള ബോധം. അല്ലുണ്ട്, നമ്മളെ പടച്ച ഒരാളുണ്ട്, പടച്ചോന്റെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടി വരും, പടച്ചോനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും, ദൈവത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ തിരിച്ചെത്തും, ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. ഇത് ലോകത്തെല്ലാ കാലത്തുമുള്ള എല്ലാ വിഭാഗം മനുഷ്യരുടെയും മനസ്സുകൾക്കകത്തുള്ള ചിന്തയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ഇത് ശക്തമായ തോതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലുണ്ടായിരുന്ന സൃഷ്ടിപൂജയെ, അന്ന് വിഗ്രഹാരാധനയാണ്, ആ വിഗ്രഹാരാധനയെ വളരെ കടുത്ത ഭാഷയിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെറുപ്പം മുതൽ 13ാമത്തെ വയസ്സ് മുതൽ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. 13ാമത്തെ വയസ്സ് മുതൽ ഒരു കുട്ടി, ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ കുട്ടി, ടീനേജാണ്. ആ ടീനേജിലുള്ള 13ാമത്തെ വയസ്സ് മുതൽ ഒരു കുട്ടി നാട്ടിലെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ അത്രയും ബുദ്ധിയുള്ള, വിവേകമുള്ള, ചിന്തിക്കുന്ന, ബോധമുള്ള കുട്ടിയായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു 10 മിനിറ്റ് കിട്ടിയാൽ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ച് കളയണം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രായമാണ് 13ാമത്തെ വയസ്സ്, 15ാമത്തെ വയസ്സ് എന്നൊക്കെ പറയുന്നത്. 20 വയസ്സായാലും 25 വയസ്സായാലും 30 ആയാലും 35 ആയാലും നാടോ ലോകമോ കാലമോ മനുഷ്യനോ വിശ്വാസമോ ആശയമോ ആദർശമോ ഇതൊന്നും ചിന്തിക്കാതെ ഫുട്ബോൾ കളിച്ച് നടക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആകെ നാട്ടിലുള്ള ഒരു ട്രെൻഡ് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ്. രാവും പകലും പന്ത് കളിക്കുക.
അന്തിക്ക് നീച്ചിട്ട് 10 മണിക്കും 12 മണിക്കൊക്കെ കിടക്കപ്പായെന്ന് നീച്ചു പോയിട്ട് ടർഫിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കുക. എത്ര വലിയ വലിയ മുതിർന്ന ചെറുപ്പക്കാരെ നമ്മൾ അങ്ങനെ കാണുന്നത്. അവരോട് നിങ്ങൾ സംസാരിച്ചു നോക്ക്, അവർക്ക് രാഷ്ട്രീയം അറിയോ? ഇന്ത്യയുടെ സാഹചര്യം എന്താണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാഹചര്യം എന്താണ്? ലോകത്തെ മുസ്ലിങ്ങളുടെ സാഹചര്യം എന്താണ്? അവനവന്റെ വീട്ടിലത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ വിശ്വാസം എന്താണ്? അഖീദ എന്താണ്? ദീൻ എന്താണ്? ഇസ്ലാം എന്താണ്? ഖുർആൻ എന്താണ്? ആയത്ത് എന്താണ്? ഹദീസ് എന്താ? ഇതൊന്നും അറിയാത്ത പന്ത് കളിക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ജനതയായി, ഒരു സമൂഹമായി, ഒരു സമുദായമായി, ഒരു തലമുറയായി ചെറുപ്പക്കാർ മാറുന്ന കാലത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടത്. കളി ഫുട്ബോളിനെ പോലെയുള്ള ഒരു ഗെയിം എന്ന് പറയുന്നത് തെറ്റാണ് എന്നൊന്നും ആരും പറയില്ല. പക്ഷേ അധികമായാൽ അമൃതും വിഷെന്ന് പറയുന്നത് പോലെ രാത്രി 2 മണിക്കും 12 മണിക്കും 1 മണിക്കും 4 മണിക്കും ഒക്കെ എണീച്ച് ഫുട്ബോൾ കളിക്കുന്ന, അതിനെത്ര ഉറക്കം നഷ്ടപ്പെടുത്താനും പ്രയാസമില്ലാത്ത, അത് കഴിഞ്ഞു വന്ന് 10 മണി വരെ കിടന്നുറങ്ങുന്ന, 10 മണി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്ന ഇങ്ങനത്തെ ഒരു ജനതയായി, ആർക്കും വേണ്ടാത്ത, ഒരു ഉപകാരവും ആർക്കുമില്ലാത്ത, ഒരു നശിച്ചു പോകുന്ന, ദ്രവിച്ചു പോകുന്ന ഒരു ജനതയായി, ഒരു സമൂഹമായി, ഒരു സമുദായമായി നമ്മുടെ കണ്ണു മുമ്പിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. നമ്മുടെ കൺമുമ്പിൽ ഒന്നിനോടും പ്രതിബദ്ധതയില്ലാത്ത, ഒന്നിനോടും പ്രതിപത്തിയില്ലാത്ത സമൂഹത്തോടോ സമുദായത്തോടോ. നമ്മുടെയൊക്കെ മുൻഗാമികൾ എല്ലാവരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരും സമുദായത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരും ദീനിനെ കുറിച്ച് ചിന്തിക്കാത്തവരുമായിരുന്നു നമ്മുടെയൊക്കെ മുൻഗാമികളെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? മറ്റുള്ളവരോടുള്ള പ്രതിബദ്ധതയും നമ്മളോടുള്ള പ്രതിബദ്ധത അത് വലിയൊരു വിഷയമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എല്ലാ സുഖങ്ങളും നഷ്ടപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസത്തെ, ഒരാശയത്തെ, ഒരു നന്മയെ മുന്നിൽ കണ്ടിട്ട് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ എല്ലാ സുഖങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ നന്മയുടെ കൂടെ, ഈ സത്യത്തിന്റെ കൂടെ, ഈ ശരിയുടെ കൂടെ ആ കുട്ടി നിൽക്കുന്നത്. ചരിത്രം നമ്മൾ വായിക്കുമ്പോ നമ്മളിങ്ങനെ ചരിത്രത്തിൽ കേട്ട് പറഞ്ഞു വരുന്ന ചരിത്രങ്ങൾ, പുസ്തകങ്ങൾ വേണം. അത് പരിശുദ്ധ ഖുർആനിനെ പോലെയുള്ള ആധികാരികതയുള്ള പരാമർശങ്ങളല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം വായിക്കുന്നിടത്ത് 3 ദിവസമാണ് അദ്ദേഹത്തെ മരത്തിൽ ബന്ധിച്ചിരുന്നത്. 3 ദിവസം മരത്തിൽ ബന്ധിച്ചിട്ടിട്ട് ആ 3 ദിവസം മരത്തിൽ ബന്ധിച്ച അന്ന് മുതൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തീ കത്തി തുടങ്ങുന്നുണ്ട്. തീ ഇങ്ങനെ ആളി കത്തിച്ചിട്ട് അതിലേക്ക് എറിയാൻ വേണ്ടി ഒരുക്കി നിർത്തിയിട്ട് ആ ചെറുപ്പക്കാരന് 3 ദിവസം ആ തീ കാണിച്ചിട്ട് മാപ്പ് പറയാൻ പറയുന്നുണ്ട്. എന്തിനാ മാപ്പ് പറയുന്നത്? വിഗ്രഹങ്ങളെ, ഇവരുടെ ആരാധ്യന്മാരെ തകർത്തതിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് മാപ്പ് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അവര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ ജനങ്ങളോട് സംസാരിക്കുമ്പോ സ്വന്തം വീട്ടിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ തുടങ്ങുന്നത്, വീട്ടിൽ ഉപ്പാനോട് സംസാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. വലക്കത് ആത്തൈന ഇബ്രാഹിം റുഷ്ദഹു, ഇബ്രാഹിമിന് വളരെ ചെറുപ്പത്തിൽ തന്നെ റുഷ്ദ് ഉണ്ടായി. റുഷ്ദ് പറഞ്ഞ വിവേകാണ്, ബോധമുണ്ടായി, വിവേകമുണ്ടായി, ചിന്തിക്കാനുള്ള കഴിവ് പടച്ചോൻ കൊടുത്തു വളരെ ചെറുപ്പത്തിൽ തന്നെ. ഇത് ഖാലലി അബീഹി വ ഖൗമിഹി, അങ്ങനെ അദ്ദേഹം തന്റെ ജനതയോടും തന്റെ ഉപ്പയോടും അദ്ദേഹം ചോദിക്കുകയാണ്, മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഈ ആരാധിക്കുന്ന രൂപങ്ങളുണ്ട്, ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണ്? അപ്പൊ അവര് പറഞ്ഞു, ഖാലു വജദ്നാ ആബാഅനാ ലഹാ ആബിദൂൻ, ലഹാ ആബിദീൻ. ഖാലു വജദ്നാ, എന്താ നിങ്ങൾ ഇതിനുള്ള ന്യായം എന്താ? ഇതിനുള്ള തെളിവെന്താ? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, സൃഷ്ടികളെ പൂജിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ബലത്തിലാണ്? നിങ്ങൾക്ക് ഇതിന്റെ ന്യായം എന്താണ്? അതിന് ആളുകൾ പറഞ്ഞ ന്യായം, വജദ്നാ ആബാഅനാ, ഞങ്ങളുടെ വാപ്പാര് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു, അതാ ന്യായം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് ചരിത്രാതീത കാലത്ത് അന്നത്തെ ജനങ്ങൾ പറഞ്ഞ ദുർന്യായമാണ് ഇന്നും ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയാം. നിങ്ങൾക്ക് എന്താ ജാറത്തിന്റെ അടുത്ത് പോകാൻ എന്താ ന്യായം എന്താണ്? മരിച്ചവരോട് പ്രാർത്ഥിക്കാനുള്ള ന്യായം എന്താണ്? ഖബറിന്റെ അടുത്ത് പോയി ഖബറാളിയോട് പ്രാർത്ഥിക്കാനുള്ള ന്യായം എന്താണ്? മമ്പ്രത്തെ തങ്ങളെ എന്ന് വിളിക്കാനുള്ള ന്യായം എന്താണ്? വജദ്ന ആബാഅന, പാപ്പാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, എന്റെ വല്യപ്പയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ജാറത്തിന്റെ ദർഗന്റെ ഒക്കെ അത് പോകുന്ന ആൾക്കാരും അതിനോട് വിളിക്കുന്ന ആൾക്കാരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരുമാണ്. ഇതാണ് ആൾക്കാർ പറയാ. ഇതേ വാദമാണ്
ഇതേ ന്യായമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് അദ്ദേഹത്തിന്റെ കാലത്തെ ആ ജനത പറഞ്ഞത്. അതിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്ന വളരെ രസകരമായ എന്നാൽ വളരെ തീവ്രമായ ഒരു മറുപടി ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയാണ്, ഖാല ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാൻ വാപ്പാനോടും നാട്ടുകാരോടുമാണ് പറയുന്നത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ രൂപങ്ങൾ വെച്ചിട്ട്, ഈ രൂപങ്ങളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയൊക്കെ വെച്ച് ഇതിനൊക്കെ ആരാധിക്കുന്നത് എന്തിനാ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കും. ഒരു ചെറിയ കുട്ടി ചോദിക്കാണ്, ഒരു 15 18 ഒക്കെ വയസ്സുള്ള ഒരാൾ നിന്ന് ചോദിക്കാണ്. അപ്പൊ ആൾക്കാർ പറഞ്ഞു, വജദിന ആബാഅന, ഇത് ഞങ്ങളായിട്ട് തുടങ്ങിയൊന്നുമല്ല, വാപ്പാരായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. അതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്ന മറുപടി എന്താ? ഖാല ലഖദ് കുൻതും അൻതും വആബാഉകും, നിങ്ങളാണെങ്കിലും നിങ്ങളെ വാപ്പാരാണെങ്കിലും ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ്, പഴച്ച മാർഗാണിത്. വാപ്പ ചെയ്തു എന്നുള്ളതുകൊണ്ട് എന്താവൂല, മാർഗം നന്നാവൂല, പഴച്ച മാർഗാണിത്. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും ലഖദ് കുൻതും അൻതും വആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും ലഫീ ളലാലിൻ മുബീൻ, വളരെ വ്യക്തമായ, ഇത് പഴച്ച വഴിയാണ്. വാപ്പ ചെയ്തു, വല്ലിപ്പ ചെയ്തു, പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ചെയ്തു പോരുന്നതാണ് എന്നതുകൊണ്ട് ഒരു കാര്യം ന്യായമാവില്ല, സത്യമാവില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരെ പഠിപ്പിക്കാൻ. അതിനുശേഷമാണ് ഈ വിഗ്രഹങ്ങൾക്കെതിരെ അദ്ദേഹം സായുധമായിട്ട് കൈകാര്യം ചെയ്യുന്നതും ഒരു വിഗ്രഹത്തെ ഇങ്ങനെ നിർത്തുന്നതും. അപ്പൊ ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, ഖാലു മൻ ഫഅല ഹാദാ, എല്ലാവരും ഉത്സവത്തിന് പോയ ദിവസം ഇബ്രാഹിം ഉത്സവം അലൈഹിസ്സലാം അതിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അദ്ദേഹം പോയില്ല. വിഗ്രഹങ്ങളെ അദ്ദേഹം ആ സമയത്ത് ഈ വിഗ്രഹങ്ങളുടെ അടുത്ത് നിന്ന് അതിനൊക്കെ തകർത്ത് തല മുറിച്ച് കളഞ്ഞു. രൂപം മാത്രം കഴുത്ത് വരെ നിർത്തിയിട്ട് തലയല്ല അതിന്റെ അറുത്ത് കളഞ്ഞു ഒന്നിനൊഴികെ. അപ്പൊ ആളുകൾ തിരിച്ചു വന്ന അമ്പലത്തിൽ കയറിയപ്പോ അവരുടെ ക്ഷേത്രത്തിൽ അവർ ആരാധന നടത്തുന്ന അവരുടെ ദേവാലയത്തിൽ കയറിയപ്പോ ഖാലു മൻ ഫഅല ഹാദാ, ആൾക്കാർ ചോദിക്കാൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അംബിയായിൽ അല്ലാഹ് പറയാൻ, മൻ ഫഅല ഹാദാ ബി ആലിഹത്തിനാ, ആരാ നമ്മുടെ ദൈവങ്ങളോട് ഈ പണി ചെയ്തത്? ഇന്നഹു ലമിനൽ ളാലിമീൻ, അവൻ ഏറ്റവും വലിയ അക്രമിയാണ്. അപ്പൊ ആളുകൾ പറഞ്ഞു, ഖാലു സമിഅനാ, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഫത്തൻ, ഒരു ചെറുപ്പക്കാരൻ, യദ്കുറുഹും, വിഗ്രഹങ്ങളെ ആക്ഷേപിച്ചു പറയുന്നത്. നമ്മുടെ ദൈവങ്ങൾക്കെതിരെ ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യുഖാലു ലഹു ഇബ്രാഹിം, അയാളുടെ പേര് ഇബ്രാഹിമാണ്. അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം നബിയല്ല. വിഗ്രഹങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോ, വിഗ്രഹങ്ങളുടെ തലയെടുക്കുമ്പോ, സൃഷ്ടിപൂജക്കെതിരെ പൊരുതുമ്പോ, നാട്ടുകാരോട് വർത്താനം പറയുമ്പോ, വാപ്പാനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവാചകനല്ല. ഖാലു ഫഅ്തു ബിഹി അലാ അയ്യുനിന്നാസ്, അവനെ പിടിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെടാൻ, നാട്ടുകാരുടെ മുമ്പിലേക്ക് അവനെ പിടിച്ചു കൊണ്ടുവരൂ എന്ന് പറയാണ്. ഖാലു അഅൻത ഫഅൽത ഹാദാ, നീയാണോ ഇത് ചെയ്തത്? ആൾക്കാർ ചോദിക്കാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ ആൾക്കാരുടെ മുമ്പ് കൊണ്ടുവന്നിട്ട് അഅൻത ഫഅൽത ഹാദാ, നീയാണോ ഇത് ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ബൽ ഫഅലഹു അല്ലദീ ഫഅലഹു കബീറുഹും ഹാദാ, ഇതാ ഒരാള് തല പോകാതെ ഒരാളോട് നിൽക്കുന്നുണ്ടല്ലോ, അയാളുടെ കയ്യിൽ കോടാലി ഉണ്ട്, അയാൾ ചെയ്തിട്ടുണ്ടാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാട്ടുകാരോട് പറയാണ്, ഇവിടെ ഒരുത്തൻ തല പോകാതെ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ഫസ്അലൂഹും, അയാളോട് ചോദിച്ചു നോക്ക്, ദൈവങ്ങളാണല്ലോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, ആ തല പോകാൻ നിൽക്കുന്ന ആളില്ലേ, ഇന്നക്കും സംസാരിക്കൂലേ, എല്ലാം നമുക്ക് പറഞ്ഞു തരുമല്ലോ, അതുകൊണ്ട് ഈ നിൽക്കുന്ന ആളോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ് തല പോകാത്ത വിഗ്രഹത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൂണ്ടിക്കാണിക്കാണ്. അപ്പൊ ആളുകൾ പറഞ്ഞു, ഫറജഉ ഇലാ അൻഫുസിഹിം ഫഖാലു ഇന്നക്കും അൻതുമുൽ ളാലിമൂൻ. ഒരു സെക്കൻഡ് അവർക്ക് ബോധം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഈ ആയത്തൊന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് പറയുമ്പോ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, ഫറജഉ ഇലാ അൻഫുസിഹിം, അവരെ പറ്റി തന്നെ ചിന്തിച്ചു, അവരിലേക്ക് മടങ്ങി. ഫഖാലു, എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞുപോയി, ഇന്നക്കും അൻതും ളാലിമൂൻ, നിങ്ങൾ തന്നെയാണ് അക്രമികൾ. ഇബ്രാഹിം അല്ല, നിങ്ങൾ തന്നെയാണ് അക്രമികൾ എന്നൊരു വേള അവർ പറഞ്ഞുപോയി. അവർക്ക് മനസ്സിലായി. കാരണം ഇബ്രാഹിം നബി വലിയ ആളോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ചിന്തിച്ചു. ആളുകൾ അവരിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു. അവർക്ക് കാര്യം മനസ്സിലായി. നമ്മൾ തന്നെയാകുന്നു അക്രമികൾ എന്നവർ പരസ്പരം പറഞ്ഞു. കുമ്മനുക്കിസു അലാ റൂസിഹിം, എന്നിട്ട് അവർ തല താഴ്ത്തി. ഇബ്രാഹിമിന്റെ മുമ്പിൽ
ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ, ഈ ചെറിയ കുട്ടിയുടെ മുമ്പിൽ ആ നാട്ടുകാർ മുഴുവൻ നുക്കിസു അലാ റൂസിഹിം, എന്നിട്ട് അവര് പറയാണ് ലഖദ് അലിംത മാ ഹഉലാഇ യന്തിഖൂൻ, ഈ വിഗ്രഹങ്ങൾക്കൊന്നും സംസാരിക്കാൻ അറിയില്ല, കഴിയില്ല എന്ന് ഇബ്രാഹിം എന്ന് നിനക്കറിയാമല്ലോ എന്നവർ മറുപടി പറയാൻ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് തിരിച്ചു ചോദിക്കുന്നു, അഫതഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുക്കും, ഉപകാരവും ഉപദ്രവം ചെയ്യാത്ത ഇതിനെയാണോ പിന്നെ നിങ്ങൾ ആരാധിക്കുന്നത്? ഉഫില്ലക്കും, നിങ്ങൾ നശിച്ചു പോകും. വലിമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ഇത്തരം സാധനങ്ങൾ നിങ്ങളൊക്കെ നശിച്ചു പോകട്ടെ, നശിച്ചു പോകും. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കാൻ. അപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, ഖാലു, അവർ പറഞ്ഞു, ഹർരികൂഹു, ചുട്ടരിച്ചു കളയൂ. ഹർരിക്കൂ എന്ന് പറഞ്ഞാൽ കത്തിച്ച് കരിച്ചു കളയൂ, അയാളെ ഇബ്രാഹിമിനെ കത്തിച്ച് കരിച്ചു കളയൂ. വൻസുറൂ ആലിഹത്തക്കും, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുവീൻ. ഇൻ കുന്തും ഫാഇലീൻ, അത് ചെയ്യാൻ ഇവിടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. ഓനെ കത്തിച്ചിട്ട് തീ കൊടുത്ത് കരിച്ചു കളയണം ഈ ചെറുപ്പക്കാരന്, എന്നിട്ട് നമ്മളെ പടച്ചോമാരെ സഹായിക്കും വേണം. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് തീക്കുണ്ടം ഒരുക്കുന്നത്, അദ്ദേഹം അതിലേക്ക് എറിയപ്പെടുന്നത്. അവിടെയാണ് 3 ദിവസത്തെ സമയമുണ്ടായി അദ്ദേഹത്തിന് മാപ്പ് പറയാനുള്ള അവസരം കൊടുത്തു എന്ന് പറയുന്നത്. ഈ വിഗ്രഹത്തെ ധ്വംസിച്ചതിൽ, വിഗ്രഹങ്ങളുടെ തലയെടുത്തതിൽ പൊതുമാപ്പ് പറഞ്ഞ, ജനങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് മാപ്പ് പറഞ്ഞാൽ താങ്കളെ രക്ഷപ്പെടുത്തും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മുമ്പിൽ ഒന്നുകിൽ ജനങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഒരു സ്റ്റൈലാണ് ഞാൻ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൊക്കെ എന്ത് ചിന്തിക്കാം? നമ്മുടെ ഒരു രീതിയുണ്ട്. ക്രൈസിസ് വരുന്നിടത്ത് നമ്മളുടെ ഒരു മാനേജ്മെന്റ് ഉണ്ട്, നമ്മളുടെ ഒരു രീതിയുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുന്നിടത്ത് നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്ന, അതിജീവിക്കുന്ന ഒരു രീതിയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് എന്ത് ചിന്തിക്കാം? ഈ നാട്ടുകാരോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു, തിരുത്താനുള്ളതൊക്കെ തിരുത്തി കൊടുത്തു, തെറ്റാണെന്ന് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോ ഒരു ഭാഗത്ത് തീ ഇങ്ങനെ കത്തിച്ച് അത് ഓരോ ദിവസവും ഇങ്ങനെ ആളി കത്തിപ്പിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടുത്തുള്ള മരത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ ബന്ധിച്ചിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ തീയിലേക്ക് എറിയും എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ സന്ദർഭത്തിൽ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ അഖീദയുടെ, വിശ്വാസത്തിന്റെ കനകത്തെളിമയാണ്, സ്വർണത്തോളമുള്ള അതിന്റെ പരിശുദ്ധിയാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ബലവും കാഠിന്യമാണ് അവിടെ ബോധ്യപ്പെടുത്തുന്നത്. അന്ന് ജിബ്രീൽ വരും, ഈ തീയിനോട് കെട്ടുപോകാനോ അതല്ലെങ്കിൽ സമാധാനമടയാനോ തണുപ്പായി മാറാനോ പറയും. ഇതൊന്നും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൊക്കെ അറിയില്ല. തൊട്ടടുത്ത സെക്കൻഡിൽ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും? തീയിലേക്ക് എറിയും എന്ന് തന്നെയാണ് അവിടെ പ്രതീക്ഷിക്കാനുള്ളത്. വേറെ സഹായിക്കാൻ ആരുമില്ല, അനുകൂലിച്ച് വർത്താനം പറയാൻ ആരുമില്ല. ഒറ്റക്കാണ്. കുടുംബം വരില്ല, വാപ്പ വരില്ല, നാട്ടുകാരുമില്ല, ഭരണാധികാരില്ല, എല്ലാവരും എതിർപക്ഷത്താണ്. അതുകൊണ്ട് മരണമാണ് മുന്നിലുള്ളത്, അല്ലെങ്കിൽ മാപ്പ് പറയണം. ഷിർക്ക് ചെയ്തത്, ആ ഷിർക്കിനെതിരെ നടത്തിയ പോരാട്ടം എന്റെ അടുത്ത് വന്ന തെറ്റാണ് എന്ന് പൊതുമാപ്പ് പറയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ മാപ്പ് പറയില്ല. ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ. അത് അങ്ങേയറ്റത്തെ വിശ്വാസത്തിൽ നിന്ന് മാത്രമേ, അത്ര ബലമുള്ള ഈമാനിൽ നിന്ന് മാത്രമേ ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. വനിഅമൽ വക്കീൽ, അവനാണ് എല്ലാ കാര്യങ്ങളിലും ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ. ഞാനിത് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്കിത് പറയാൻ കഴിയണം. എത്ര വലിയ പ്രതിസന്ധികളിൽ പോയി ഇനി ഒരു വഴിയുമില്ല, തീക്കുണ്ടത്തിൽ പെട്ട് മരിക്കുക എന്നതല്ലാത്ത മറ്റൊരു വഴിയും എത്ര ആലോചിച്ചാൽ ഇബ്രാഹിം നബിയുടെ മുമ്പിലില്ല. അങ്ങനത്തെ ഒരു ഘട്ടെത്തുമ്പോഴും ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. വനിഅമൽ വക്കീൽ, എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ, ഏതെങ്കിലും ഒരു വഴിയിലൂടെ, നമുക്കറിയില്ല. ജീവിതം ഇങ്ങനെ വലിയ പ്രതിസന്ധികളിൽ പോയി മുട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന്റെ മുമ്പിൽ വന്നിട്ട് നമ്മളങ്ങനെ തുറച്ചു നോക്കും. ഇതുവരെ ഉണ്ടായതും ഇതുവരെ ഉണ്ടാക്കിയതും നമ്മൾ കെട്ടിപ്പടുത്തു കൊണ്ടുവന്നതും വളർത്തിക്കൊണ്ടുവന്നതുമായ എല്ലാം ഇല്ലാതാകുകയാണോ, തകർന്നു പോകുകയാണോ, നശിച്ചു പോകുകയാണോ, നമ്മൾ വലിയ പരാജയത്തിലേക്കും വീഴ്ചയിലേക്കും വീണു പോകുകയാണോ, വലിയ പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടു പോകുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് തടസ്സങ്ങൾ വന്ന് നമ്മളങ്ങനെ തുറച്ചു നോക്കുന്ന ഘട്ടങ്ങൾ വരും. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. വനിഅമൽ വക്കീൽ. ഈ 2 വാക്കിനോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും
ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന മറ്റൊരു വാക്കും പരിശുദ്ധ ഖുർആനിലില്ല. എന്ത് വലിയ പ്രതിസന്ധി വരുമ്പോഴും, എത്ര കടുത്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും, അത് ഇങ്ങനെ ആദർശപരമായി മാത്രമല്ല, കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ, ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, കുടുംബം എന്നുള്ള നിലക്ക്, സമൂഹം എന്ന നിലയിൽ, സമുദായം എന്ന നിലയിൽ, ഏത് തരത്തിൽ പ്രതിസന്ധി വരുമ്പോഴും ഹസ്ബിയല്ലാഹ്, അല്ലാഹ് മതി, വനിഅമൽ വക്കീൽ, എല്ലാ കാര്യങ്ങളും ചുമതലയേൽപ്പിക്കാൻ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ എന്റെ റബ്ബാണ്, അള്ളയാണ് എന്ന് മനസ്സ് തട്ടി പറയാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സെക്കൻഡിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്ത് അംബിയായിലെ 69-ാമത്തെ ആയത്ത്, ജിബ്രീൽ അവിടെ ഇറങ്ങി വന്നു. ഖുൽനാ യാ നാറു, ആ തീയിനെ വിളിച്ചിട്ട്, കൂനി ബർദൻ, നീ തണുക്കണം, വസലാമൻ, സമാധാനമാകണം, അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേലിൽ തണുപ്പും സമാധാനമായി മാറണമെന്ന് തീ എന്ന് പറയുന്ന സൃഷ്ടിയുടെ പ്രകൃതത്തെ തന്നെ അള്ളാഹു ആ ഒരു സെക്കൻഡിൽ മാറ്റുകയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ ചിരിച്ചുകൊണ്ട് ഒരു പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ഒരാളെ പോലെ തീ കുണ്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വിധം രാജാവും നാട്ടുകാരും വാപ്പയും ഒക്കെ നോക്കി നിൽക്കുമ്പോ അവരുടെ മുമ്പിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ഇറങ്ങി വരുന്നത് പരിശുദ്ധ ഖുർആൻ അത് നമ്മളെ പരിചയപ്പെടുത്തണം. അതെന്തുകൊണ്ടാണ് സാധ്യമായതാണ്? തീക്കുണ്ടാരം പൂന്തോട്ടമായി മാറുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോഴാണ്. ഒരു വലിയ തീക്കുണ്ടാരത്തെ പൂന്തോട്ടമാക്കി മാറ്റാൻ കഴിയുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോഴാണ്. ജീവിത പ്രശ്നങ്ങളെ ഒരു തീക്കുണ്ടാരത്തിന് സമാനമായി സങ്കല്പിക്കുക. ആ തീക്കുണ്ടാരം നമുക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും പകരുന്ന ഒരു വലിയ പൂന്തോട്ടമായി അടുത്ത സെക്കൻഡിൽ മാറും. അതിനെന്തു വേണം? എനിക്ക് അല്ലാഹ് മതി. ഈ കാര്യത്തിൽ എന്റെ റബ്ബ് എന്ത് തീരുമാനമെടുത്താലും അലൈഹി തവക്കൽ, ഞാനിതാ എന്റെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയാനുള്ള ഈമാനിന്റെ ഒരു കരുത്തുണ്ടെങ്കിൽ തീക്കുണ്ടാരം പൂന്തോട്ടമായി മാറുന്ന അത്ഭുതത്തെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമുക്കും നേർക്കുനേരെ കാണാൻ കഴിയും. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട ഓരോ പദവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട ഓരോ പദവും. ഇപ്പൊ ഇവിടെ നമ്മൾ ഹസ്ബി അല്ല പറഞ്ഞില്ല, അത് എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ അതിന്റെ സൗന്ദര്യവും അതിന്റെ ഭംഗിയും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് ബന്ധപ്പെടുത്തി ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും. എന്നതുപോലെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഓരോ പദവും വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയിൽ നിന്ന് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അദ്ദേഹത്തിന്റെ ധൈര്യവും തന്റേടവുമാണ്. പ്രയാസങ്ങൾ വരുന്നിടത്ത് അദ്ദേഹം കാണിക്കുന്ന ധൈര്യവും തന്റേടവുമാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോ നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത വരും, ഞാൻ ഒറ്റക്കായിട്ട് ഇപ്പൊ ഈ നാട്ടിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല. എടപ്പാളങ്ങാടിയിലുള്ള എല്ലാരും ഒരു പക്ഷത്ത് നിൽക്കുമ്പോ അതിന്റെ അപ്പുറത്ത് ഞാൻ ഒറ്റക്ക് നിന്നിട്ട് എത്ര ഒച്ചട്ടാലും ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യാ? സാധാരണ ആ ഒഴുക്കിന്റെ കൂടെ, അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ കൂടെ, ഭൂരിപക്ഷത്തിന്റെ കൂടെ, സമൂഹത്തിന്റെ കൂടെ, നാടിന്റെ കൂടെ, മഹലിന്റെ കൂടെ, മഹലിലെ മഹാഭൂരിപക്ഷ ആൾക്കാരുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അതിന്റെ കൂട്ടത്തിലാണ് പെടുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, എനിക്ക് ബോധ്യപ്പെട്ട, ഞാൻ തിരിച്ചറിഞ്ഞ, ഞാൻ മനസ്സിലാക്കിയ ഒരു ലോക സത്യത്തെ ആരും പിന്തുണച്ചില്ലെങ്കിലും ഞാനിതാ വിളിച്ചു പറയുന്നു എന്ന ഒരു സ്റ്റാൻഡാണ്, അങ്ങനത്തെ ഒരു നിലപാടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിച്ചത്. മറ്റൊന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൊക്കെ ആ സമൂഹത്തോട് തിരിച്ചുള്ള പ്രതികരണങ്ങളാണ്. ഇങ്ങോട്ട് വെറുപ്പാണല്ലോ, കത്തിച്ചു കളയാൻ മാത്രമുള്ള വെറുപ്പ് കരിക്കട്ടയാക്കി മാറ്റി കരിഞ്ഞ് കരിക്കട്ടയാകുന്നത് കാണാനാണ് നാട്ടുകാരൊക്കെ വന്ന് കൂടിയത്. എല്ലാരും വന്ന്, രാജാവടക്കം എല്ലാരും വന്ന് കൂടിയത് എന്തിനാ?
ഇബ്രാഹിം നബി അലൈഹി സ്വലാം കരിഞ്ഞ് കരിക്കട്ടയായി മാറുന്നത് കണ്ടാസ്വദിക്കാനാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ജീവിനെ, ഒരു വാഹനം ഇങ്ങനെ പോകുമ്പോ ഒരു നായയെ കാർ ഇടിച്ചിട്ട് അതിങ്ങനെ നിലവിളിക്കുന്നത് കണ്ടാൽ നമ്മളെ മനസ്സ് അസ്വസ്ഥതപ്പെടും. ഒരു ജീവിയല്ലേ, അതിനെ വണ്ടി മുട്ടിയാലോ എന്ന് കണ്ടിട്ട് നമുക്കൊരു പാവം തോന്നും, ഒരു അസ്വസ്ഥത തോന്നും. ആൾക്കാർ ചുറ്റും കൂടി വന്ന് നിൽക്കുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് തീയിലിട്ട് കരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ആ മനുഷ്യന്മാരുടെ മനസ്സിലുള്ള വെറുപ്പിന്റെ അളവ് എത്രയായിരിക്കും നിങ്ങൾ ചിന്തിച്ചോക്ക്. ആ ആൾക്കാരോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചു പെരുമാറുമ്പോൾ സ്വീകരിച്ചൊരു സംഗതിയുണ്ട്. അതിൽ എനിക്കും വ്യക്തിപരമായി എനിക്കും നമുക്ക് ഓരോരുത്തർക്കും പാടുണ്ട്. നമുക്ക് നമ്മളല്ലാത്തവരോടൊക്കെ ദേഷ്യം വരും, നമ്മളല്ലാത്തവരോട് വെറുപ്പ് തോന്നും, നമ്മളല്ലാത്തവരോട് അകലം തോന്നും. ഞാനൊരു സംഘടന, നിങ്ങൾ വേറെ സംഘടനയാണെങ്കിൽ നിങ്ങൾ ആ സംഘടനക്കാരനായി എന്ന കാരണം കൊണ്ട് മാത്രം എനിക്ക് വെറുപ്പുണ്ടാവും. നമ്മൾ തമ്മിൽ വ്യക്തിപരമായിട്ട് ഒന്നും ജീവിതത്തിൽ ഒരിക്കലും അങ്ങോട്ട് കൊണ്ട് പറയുകയെ തെറ്റിയെ മുണ്ടാതിരിക്കുക അകലം വരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരു സംഘടനയാണ്, ഞാൻ വേറെ സംഘടനയാണ്. ആ കാരണം കൊണ്ട് മാത്രം നമ്മൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും, എതിർപ്പുണ്ടാവും, വെറുപ്പ് വരും, വിരോധം വരും, അകലം വരും. അങ്ങനത്തെ ഒരു ലോകത്തും കാലത്തൊക്കെയാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. കൊണ്ടുപോയിട്ട് ചുട്ടുകളയാൻ വേണ്ടി ശ്രമിച്ച ആളുകളോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വീകരിച്ച സമീപനം എന്താണ്? വാപ്പാനോട് വർത്താനം പറയുന്നുണ്ട്. വാപ്പാനോട് പറയുമ്പോ വാപ്പാ എന്ന് വിളിക്കൂല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വാപ്പാനെ വിളിച്ചതൊക്കെ അബീന്നല്ല, യാ അബി എന്ന് പറഞ്ഞ വാപ്പാ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെ വിളിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വാപ്പാനെ വിളിച്ചിടത്തൊക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം യാ അബത്തി എന്നാ വിളിക്കാം. യാ അബത്തി എന്ന് പറഞ്ഞാൽ വാപ്പാന്ന് മാത്രമല്ല, എന്റെ പൊന്നു പിതാവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, വിശേഷണം ചേർത്തിട്ടാണ് യാ അബത്തി എന്ന് പറഞ്ഞിട്ടാണ്, സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിക്കുക. വാപ്പ ല അർജുമന്നക, എറിഞ്ഞുകൊല്ലുന്നാണ് അതിന്റെ മലയാളം. ഇതൊക്കെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, വിഗ്രഹത്തിനെതിരെയും സൃഷ്ടിപൂജക്കെതിരെയും നടത്തുന്ന ഈ ഭർത്താൻ നിർത്തിയില്ലെങ്കിൽ എറിഞ്ഞുകൊല്ലുമെന്നാണ് വാപ്പയുടെ ഭാഷ്യം. അയാളാണ് മുതിർന്ന ആള്, പക്വത ഉള്ളത് പ്രായമുള്ള ആളുകൾക്കാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചെന്തേ പറഞ്ഞ സലാമുൻ അലൈ. ഇബ്രാഹിം നബിയുടെ മറുപടിയാണ് സലാമുൻ അലൈ, താങ്കൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് എന്റെ അപ്പാക്ക് പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചോളാം, അല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ തിരിച്ചുള്ള ഒരു മനോഭാവമാണ്. നമ്മുടെ ആദർശ ശത്രുക്കളോട് അവരുടെ ആദർശത്തോട് വിരോധം ഉണ്ടാകാം, അതിനെ എതിർക്കാം, അവിടെ ശക്തമായ നിലപാട് സ്വീകരിക്കാം. പക്ഷെ ആ ആളുകളോട്, ആദർശ വിരോധികളായ ആളുകളോട് മനുഷ്യരോടുള്ള ബന്ധവും സമീപനവും വർത്തമാനവും പെരുമാറ്റവും പ്രതികരണവും എങ്ങനെയാകണം എന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുക. ഇബ്രാഹിമി മില്ലത്ത് ഇബ്രാഹിം, അത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് സ്വീകരിക്കാനുള്ള അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മാർഗവും മാർഗദർശനവുമാണ്. അത് സ്വീകരിക്കുന്ന, അതിലൂടെ വിജയിയായി മാറിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ പോലെ, അള്ളാഹുവിന്റെ ഖലീലായി കൂട്ടുകാരനായി മാറിയ ഇബ്രാഹിം അലൈഹി ഇസ്ലാമെ പോലെ അള്ളാഹുവിനോട് അടുപ്പവും ബന്ധവുമുള്ള സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. സജ്ജനങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ, പരലോകത്ത് സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. രോഗികൾ അള്ളാഹു വലിയ വേദനയും വിഷമവും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും രോഗങ്ങൾ കാരണം അനുഭവിക്കുന്ന അനേകം ആളുകൾ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ പരിചയങ്ങളിലും പരിസരങ്ങളിലും കുടുംബങ്ങളിലും ബന്ധങ്ങളിലുമുള്ള രോഗികളായ സഹോദരി സഹോദരന്മാർ അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ ഈമാനോടെ, കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ സൂക്ഷ്മതയോടെ അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിന് കീഴ്പ്പെട്ടും ജീവിക്കാനുള്ള മനസ്സും അതിനുള്ള അനുകൂലമായ അവസരങ്ങളും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا
اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.